വിജയ് ആ ഒരു ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുപാട് നടത്തി. ആ ഒരു സ്പീച്ചിലും എല്ലാത്തിനും ആ ഒരു പ്രചാരണ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓരോന്നായിട്ട് പ്രാബല്യത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളും ജനങ്ങളുടെ ഒരു എന്താ പറയുക ഇഷ്ടം നേടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനി വിജയ് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനങ്ങൾ ആക്ച്വലി തമിഴ്നാട്ടിൽ വിജയ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 10 ലക്ഷം കോടിയുടെ കടം തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള സംഭവം പറഞ്ഞു. അപ്പോൾ ഇത്രയും സാമ്പത്തിക ബാധ്യതയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ വിജയ് പ്രഖ്യാപിച്ച ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടക്കാൻ ഇനിയിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് തുടരാൻ സാധിക്കുമോ? എല്ലാം എടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി പോലെ കേരളത്തിൻ്റെ അത്രയും മോശമല്ല ഫൈനാൻഷ്യൽ സ്ഥിതി തമിഴ്നാടിൻ്റെ, എങ്കിൽ പോലും വലിയ രീതിയിലുള്ള കടമുണ്ട്, ഫൈനാൻഷ്യൽ ബാധ്യതകളുണ്ട്. അത് വെച്ചിട്ട് ഇത്രയും പ്രോമിസസ് അതിനകത്ത് ഒരുപാടുണ്ട്, എണ്ണി പറഞ്ഞ ഒരുപാടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും പറയുന്നില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം. വിജയ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ DMK പാലിക്കാതിരുന്ന വാക്കുകൾ കൃത്യമായിട്ട് പഠിച്ച് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചെന്ന് അതിന് ബദലായിട്ട് അതിലും വലിയൊരു പദ്ധതി ഓഫർ ചെയ്തു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിന് 100 രൂപ സബ്സിഡി എല്ലാ ഹൗസ് ഹോൾഡ്സിനും കൊടുക്കുമെന്ന് സ്റ്റാലിൻ വാഗ്ദാനം ചെയ്തു. തൊട്ടിട്ടില്ല അതിൽ. അപ്പം വിജയ് പറഞ്ഞു നിങ്ങൾക്ക് 100 രൂപ സബ്സിഡി കിട്ടിയോ? ഇല്ല, പേടിക്കേണ്ട, ഞാൻ സബ്സിഡി ഒന്നുമല്ല തരുന്നത്, 6 ഗ്യാസ് സിലിണ്ടർ ഫ്രീ ആയിട്ട് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് 4000 രൂപ മാസം, അൺഎംപ്ലോയിഡ് ആയിട്ട് ഡിപ്ലോമ എടുത്തവർക്ക് 2500 രൂപ, സ്ത്രീകൾക്ക് ഇത്ര, ഒരു കുട്ടിയായിട്ട് മാത്രം വളരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് 1 പവൻ സ്വർണം, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സ്ഥിതി നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും രീതിയിൽ റവന്യൂ വർദ്ധിപ്പിക്കുക. റവന്യൂ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടാക്സ് കൂട്ടണം, അല്ലെങ്കിൽ ഫീസ് കൂട്ടണം, അല്ലെങ്കിൽ ഫൈൻസ് കൂട്ടണം, അല്ലെങ്കിൽ പെനൽറ്റി കൂട്ടണം, അല്ലെങ്കിൽ പബ്ലിക് സർവീസിനുള്ള ചാർജസ് കൂട്ടണം. അതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാടിക്കടിക്കാൻ ഒരുങ്ങി DMK ഒരു വശത്ത് ഓപ്പോസിഷനായിട്ടുണ്ട്, AIDMK ഉണ്ട്, BJP ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചാടിക്കടിക്കുമ്പോൾ അത് പാർട്ടിയുടെ ആ ഒരു ഇമേജിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് ഇത്രയും കാര്യം. ചില കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്തെടുക്കാം. കാരണം വെച്ചാൽ വെൽഫെയർ പ്രാക്ടീസസ് ഒരുപാട് വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിലുണ്ട്, അത് വേണം. പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് അതിൻ്റെ ആൻസർ.